ഹലോ ഗൈസ്, എൻ്റെ ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഇവിടെ നിന്ന് ആദ്യം സിംഗപ്പൂർ പോയിട്ട് നമ്മൾ ബാങ്കോക്കിലേക്കാണ് പോകുന്നത്. നമുക്കപ്പം ബാങ്കോക്കിൽ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. എയർപോർട്ടിനവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കണ്ടപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല നമ്മൾ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് സിംഗപ്പൂർ നമ്മൾ ബാങ്കോക്കിൽ നമ്മൾ പട്ടായയിൽ പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ അകത്ത് ചെക്കിങ്ങും ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോർഡിങ്ങിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഗേറ്റ് 2 നമുക്ക് പോകേണ്ട. ഗേറ്റ് 2 നമുക്ക് ഇന്ന് 11 മണിക്കാണ് ഞാൻ പോകേണ്ട ഫ്ലൈറ്റ് ഉള്ളത്. സ്കൂട്ടിൻ്റെ ഫ്ലൈറ്റാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. പക്ഷേ ഇവിടുത്തെ സർവീസ് കിടിലൻ സർവീസാണ് സ്കൂട്ടിൻ്റെ. നല്ല രീതിയിലാണ് അവർ വെൽക്കമും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാം നല്ല കിടിലം പ്രോപ്പർ രീതിയിലൊക്കെയാണ് അവർ ഈ സ്കൂട്ടിൻ്റെ ഫ്ലൈറ്റ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഇത് സ്കൂട്ടിൻ്റെ എയർബസ് A320 എന്നുള്ള ഫ്ലൈറ്റാണ്. ഇതിൻ്റെ 2 സൈഡ് 3 സീറ്റ് വെച്ചാണ് ഉള്ളത്. നമുക്ക് ഇവിടെ കയറുമ്പോഴത്തേക്കും നല്ലൊരു കംഫർട്ട് ഫീലാണുള്ളത്. ട്രിവാൻഡ്രത്തിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ ബാങ്കോക്കിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ആയത് 14,400 രൂപയാണ്. ഈ 14,400 നമുക്ക് 10-നൊക്കെ കിട്ടും. ഞാൻ ഇപ്പം വിൻഡോ സീറ്റും ഫുഡിനൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നമുക്ക് 14,000 ആ റേഞ്ചിൽ ആയത്. കൃത്യം 11 മണിയായപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. രാത്രിയാണ്. നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് വെളിയിൽ കാണാനില്ല. പക്ഷേ എന്നാൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രിവാൻഡ്രത്തിൻ്റെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു കിടില ഫീലായിരിക്കും. ഈ ഒരു ട്രിപ്പിന് എനിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം ഇതെൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പും എൻ്റെ ആദ്യത്തെ സോളോ ട്രിപ്പും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ടേക്ക് ഓഫ് ചെയ്തപ്പോഴേക്കും നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ ആ ഒരു കിടിലൻ കാഴ്ചകളൊക്കെ കാണാൻ നല്ല കിടിലൻ വ്യൂ ആയിരുന്നു. ഇവിടുന്ന് സിംഗപ്പൂരിൽ എത്താനായിട്ട് ഏതാണ്ട് 4 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ എയർ ഹോസ്റ്റസ് വെള്ളം വേണമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ നല്ല ഒരു ഫ്രണ്ട്ലി അപ്രോച്ചായിരുന്നു എല്ലാവരോടും കാണിച്ചത്. ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് മെയ് 8 ആയിരുന്നു. മെയ് 10 വരെ നമുക്ക് ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആയിരുന്നു. ഇപ്പോൾ അത് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നവംബർ 11 വരെ നമുക്ക് ഇന്ത്യക്കാർക്ക് തായ്ലൻഡിൽ ഫ്രീ വിസയിൽ നമുക്ക് പോയിട്ട് വരാവുന്നതാണ്. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം നമ്മൾ സിംഗപ്പൂരിൻ്റെ അടുത്ത് എത്താറായിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സിംഗപ്പൂരിൻ്റെ അടുത്ത കാഴ്ച. നമ്മൾ അവിടെ ചെന്ന സമയത്ത് ഇത്തിരി ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രാവിലെ വെളുപ്പിന് ഒരു 3 മണി 4 മണി ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ സിംഗപ്പൂർ എത്തിയത്. എൻ്റെ അടുത്തിരുന്നതൊരു ഫാമിലി ആയിരുന്നു. അവരെല്ലാവരും കൂടെ ഒരു വലിയൊരു ഗ്രൂപ്പായിട്ട് അവർ സിംഗപ്പൂർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. അവരൊക്കെ കുറച്ച് പരിചയപ്പെട്ടു. നമ്മളിപ്പോൾ അങ്ങനെ സിംഗപ്പൂരിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ ആദ്യത്തെ അൺഒഫീഷ്യൽ രാജ്യമായിട്ടുള്ള സിംഗപ്പൂരിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സിംഗപ്പൂരിൽ ഒരു ദിവസം നമുക്കിവിടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കപ്പോൾ ഇവിടുന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം പോകേണ്ട ട്രാൻസ്ഫറിലേക്കാണ്. അവിടെ പോയിട്ടാണ് നമുക്കിനി അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. അത് ഏതാണ്ട് 2 മണിക്കൂറോളം ടൈമിലാണ് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. ഈ സിംഗപ്പൂരിൽ നിന്ന് ബാങ്കോക്കിലേക്ക് രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അതായത് നമ്മുടെ നാട്ടിൽ 6 മണിക്കാണ്. ഇവിടെ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് ട്രാൻസ്ഫറിലേക്ക് പോകാം. ഇതിൻ്റെ അകത്ത് തിരിയുമ്പോഴത്തേക്ക് നമുക്ക് പണ്ടത്തെ മോഹൻലാലിൻ്റെ സിനിമയായിട്ടുള്ള അക്കരെ സിനിമയുടെ കാര്യമാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. കാരണം ഫുൾ ഫോറിനേഴ്സും നമ്മൾ മാത്രം ഇന്ത്യൻസ് എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ പോകുന്ന ആ ഒരു എക്സ്പീരിയൻസ് വല്ലാത്ത ഫീലായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം നടന്നതിന് ശേഷം ഞാൻ പോകേണ്ട ഗേറ്റ് കണ്ടുപിടിച്ചു. D44 ഞാൻ പോകേണ്ട ഗേറ്റ്. ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ചെക്കിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ബെൽറ്റും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഊരി വയ്ക്കേണ്ടതില്ല. നമ്മുടെ ലാപ്ടോപ്പും മാത്രം സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അവർ സ്കാൻ ചെയ്ത് നമ്മൾ ബോഡി ചെക്ക് ചെയ്ത് അലോ ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഞാൻ പോകേണ്ട ഫ്ലൈറ്റ്. Boeing 787 എന്ന ഫ്ലൈറ്റാണ്. നമ്മളിവിടെ വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നിടത്ത് ഒരു അപ്പൂപ്പ് എൻ്റെ അടുത്ത് കുറച്ച് നേരം കത്തി വെച്ച് 1/2 മണിക്കൂറോളം. അദ്ദേഹമാണ് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആ ഒരു ആൾ. നമ്മൾ 1/2 മണിക്കൂറോളം എന്തൊക്കെയോ കത്തി വെച്ച് അദ്ദേഹം പറഞ്ഞ പകുതി മനസ്സിലായില്ല ആ രീതിയിലൊക്കെ സംസാരിച്ച് നമ്മൾ 1/2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് നമ്മളങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറി. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ല വെൽക്കമിങ് ആയിരുന്നു. Boeing 787 ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വന്നിട്ട് 3-3-3 എന്ന രീതിയിലാണ്. 2 സൈഡ് 3 സെൻട്രലിൽ 3 എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യക്കാരുമില്ല, ഫുള്ള് ഫോറിനേഴ്സ് ആയിരുന്നു. എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കപ്പിൾസ് ആയിരുന്നു. അവർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതും അവർ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. പിന്നെ അതുകൊണ്ട് അവരെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കിടിലായിട്ട് നമുക്ക് വെളിയിലൊക്കെ കണ്ട് കടലും അതൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം നമുക്ക് ഇരിക്കാൻ പറ്റി. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വഴിയെ പറയാം. അങ്ങനെ കറക്റ്റ് 8 മണിയായത് നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് നമ്മൾ ബാങ്കോക്കിലേക്ക് പോവുകയാണ്. നമ്മൾ ബാങ്കോക്കിൽ ഇനി കറക്റ്റ് ഒരു 10 മണി ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ബാങ്കോക്കിൽ എത്തുന്നതായിരിക്കും. ബാങ്കോക്കിൽ നമ്മുടെ സുവർണഭൂമി എയർപോർട്ടിലാണ് നമ്മുടെ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്.
നമ്മൾ പട്ടായയിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 1 മാസം മുമ്പെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 10,000 ഒരു 8, 9 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് വിൻഡോ സീറ്റ് വേണമെങ്കിലോ ഫുഡ് വേണമെങ്കിലോ അതിനൊക്കെ എക്സ്ട്രാ ചാർജ് ആവും. പിന്നെ ലഗേജ് കൂടുതലാണെങ്കിൽ അതിനും ഒരു എക്സ്ട്രാ 4,000 ആ രൂപയൊക്കെ ചാർജ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. എനിക്ക് എയർപോർട്ടിനകത്ത് ഈ ചെക്കിങ്ങും ഇമിഗ്രേഷൻ അതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും അധികം പിടിയില്ലായിരുന്നു. അപ്പോൾ എന്നെ സഹായിച്ചത് എൻ്റെ സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ചിരുന്ന അപ്പു എന്നുള്ളൊരു ഫ്രണ്ടാണ്. അവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത്തിരി ധൈര്യത്തോടെ നമ്മൾ ഇവിടെ നിന്ന് അത്രയും ദൂരം സഞ്ചരിച്ചത്. സിംഗപ്പൂരിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഏതാണ്ട് 2 മണിക്കൂറുള്ള ട്രാവൽ നമുക്കുണ്ട്. ഈ 2 മണിക്കൂർ ട്രാവൽ ഉണ്ടെങ്കിൽ നമ്മുടെ ആ സ്കൂട്ടിൻ്റെ എയർബസ് A320 അതിനും കാട്ടി കിടിലൻ സർവീസായിരുന്നു ഇവിടെ ബോയിങ് 787 ഉണ്ടായിരുന്നത്. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വന്ന് നമുക്ക് വെള്ളം വേണമെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു. ഫ്രീ ആയിട്ട് ഇവിടെ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ബില്ല് പേ ചെയ്തിട്ട് അപ്പോൾ തന്നെ വാങ്ങിക്കാവുന്നതാണ്. ഫ്ലൈറ്റൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ അറിയാം. പക്ഷേ എൻ്റെ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇതത്രയും ഡീറ്റെയിൽ ആയിട്ട് കൂടെ പറയുന്നത്. അങ്ങനെ ഇരിക്കും നമ്മളെ ഫുഡ് അവർ കൊണ്ടുവന്നു. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ്. അതായത് ഒരു റൈസും ചിക്കനും ആയിരുന്നു. പക്ഷെ ഫുഡിൻ്റെ കാര്യം ഒന്നും പറയണ്ട. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റൈസല്ല, ഒരു സ്റ്റിക്കി റൈസും പിന്നെ നമ്മുടെ പാറ്റീസിൽ അവർ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എന്നാലും അത് കഴിച്ചു. പിന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് കൊക്കക്കോള വേണോ വെള്ളം വേണോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ വെള്ളമാണ് ചൂസ് ചെയ്തത്. അങ്ങനെ എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റ് നമ്മൾ ബാങ്കോക്കിൽ നമ്മൾ സുവർണഭൂമി എയർപോർട്ടിൻ്റെ അടുത്തെത്താറായിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സുവർണഭൂമി എയർപോർട്ടിൻ്റെ ഒരു ആകാശ കാഴ്ച. നമ്മൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ഞാനിവിടെ തായ്ലൻഡിൽ ഇറങ്ങിയതിന് ശേഷം നമ്മളിവിടുത്തെ ലോക്കൽ ബസ്, ബൈക്ക്, ബോട്ട് പിന്നെ നമ്മുടെ മെട്രോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് നമ്മൾ ഒഫീഷ്യലി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മളിനി വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ രാജ്യം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമുക്കപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. ഈ വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം നമുക്കിനി ബാങ്കോക്കിൽ നിന്നും പട്ടായയിലേക്ക് പോകേണ്ടതാണ്. അത് നമുക്ക് ചിലവ് ചുരുക്കി എങ്ങനെ പോകുന്നുള്ള കാഴ്ചകളും കൂടെ നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം ഒരു സിം എടുത്തു. ഞാൻ എടുത്തത് AIS എന്നുള്ള സിമ്മാണ്. ട്രൂ സിമ്മും കൊള്ളാം, പക്ഷേ ഞാൻ എടുത്തത് AIS സിമ്മാണ്. ഇവിടുത്തെ സുവർണഭൂമി എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 4 ഫ്ലോറാണ്. 4th ഫ്ലോറിൽ ഡിപ്പാച്ചറും, 3rd ഫ്ലോറിൽ ഷോപ്പിങ്ങും, 2nd ഫ്ലോറിൽ അറൈവലും, 1st ഫ്ലോറിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും, പിന്നെ ബേസിൽ നമ്മൾ മെട്രോയും റെയിലും അതൊക്കെയാണ്. നമ്മളിവിടെ നിന്ന് ആദ്യം നേരെ പോകുന്നത് 1st ഫ്ലോറിലേക്കാണ്. 1st ഫ്ലോറിലാണ് നമുക്ക് ഇവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത്. നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാൻ കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാണെങ്കിൽ നമുക്ക് എയർപോർട്ടിൻ്റെ വെളി ഇറങ്ങിയിട്ട് 8th ഗേറ്റ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന ഇതേപോലത്തെ ഒരു സ്റ്റാളുണ്ട്, പട്ടായ എന്നുള്ളൊരു സംഭവം. ഇവിടെ നിന്ന് നമുക്ക് അകത്ത് കയറിയൊക്കെ നമുക്ക് ഏതൊക്കെ സമയത്ത് ഈ ബസ് ഉണ്ടെന്നൊക്കെ നമുക്കിവിടെ ടൈം ടേബിളിൽ കാണാം. ഓരോ 1 മണിക്കൂർ ഇടവിട്ട് നമുക്ക് സുവർണഭൂമിയിൽ നിന്ന് പട്ടായയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ബസ്സുണ്ട്. മൊത്തം 3 സ്റ്റോപ്പേ ഉള്ളൂ. ഇവിടെ എടുക്കുന്ന ചാർജ് വന്നിട്ട് 143 ബാത്ത് ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഏതാണ്ട് നാട്ടിലെ 327 രൂപ ആ ഒരു റേഞ്ച് ആവും. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ ഇതേപോലെ ബസ് സ്റ്റോപ്പുണ്ട്. 2 ബസ് എപ്പോഴും കാണും. ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇടവിട്ട് ബസ്സുകൾ അവിടെ വന്ന് നിൽക്കും. അങ്ങനെ നമ്മൾ ബസ്സിലേക്ക് കയറി നമുക്ക് സീറ്റിലിരിക്കാം. ഈ ബാങ്കോക്കിൽ നിന്ന് നേരെ നമ്മൾ പട്ടായയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് അതായത് നമ്മൾ ബാങ്കോക്കിൽ സുവർണഭൂമി എയർപോർട്ടിൽ നിന്ന് നമ്മുടെ പട്ടായ വരെ 2 മണിക്കൂർ ട്രാവലുണ്ട്. പട്ടായയിൽ ഇവരെ സ്റ്റോപ്പ് വന്നിട്ട് പട്ടായ നോർത്ത്, പട്ടായ സൗത്ത്, ജോംതീൻ എന്നൊരു ബസ് സ്റ്റേഷനുണ്ട്. അതാണ് ഫൈനൽ സ്റ്റോപ്പ്. നമ്മൾ അവിടെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. കാരണം എൻ്റെ റൂം അതിൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി. ആ സ്റ്റോപ്പിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് തിരിച്ച് സുവർണഭൂമി എയർപോർട്ടിലേക്കും വരാം. ജോംതീൻ ബസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് നമുക്കിവിടെ ബൈക്കൊക്കെ റെൻറ്റിന് കിട്ടും. ഇതാണ് നമ്മുടെ ജോംതീൻ ബസ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ ഈ ബാഗൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു 2-3 ഷോപ്പ് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ബൈക്ക് റെൻറ്റിന് കാണും. ദി റെൻറ്റ് ബൈക്ക് എന്നാണ് ഇവിടുത്തെ ഷോപ്പിൻ്റെ പേര്. ഇവിടെ അവർ ലിസ്റ്റ് ഉണ്ട്. നമുക്ക് ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഫ്രീസ് ചെയ്ത് നോക്കാം. ഓരോ ബൈക്കിന് ഓരോ റേഞ്ചാണ്. 4 ദിവസത്തേക്ക് ഇന്ന റേറ്റ് അങ്ങനെയൊക്കെ പറയും. ഇതാണ് ഞാൻ എടുത്ത ബൈക്ക്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 4 ദിവസത്തേക്ക് 1040 ബാത്താണ്. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ നമ്മൾ 1000 ബാത്തും കൂടെ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ബൈക്ക് റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും അവർ 1000 ബാത്ത് തിരിച്ചു തരും.
അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്തതിന് ശേഷം നമ്മളിവിടെ നേരെ പോയത് സെയിലേഴ്സ് ഹോട്ടൽ പട്ടായയിലേക്കാണ്. ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ. ഇത് വന്നിട്ട് ഞാൻ എടുത്തത് ഏതാണ്ട് ഒരു 8 ദിവസത്തേക്കാണ് ഞാൻ ഇവിടെ പട്ടായയിൽ ഇവിടെ സ്റ്റേ ചെയ്തത്. 8 ദിവസത്തേക്ക് ഇവിടെ 7400 രൂപയാണ് ഇവിടെ ബില്ലായത്. ഇവിടുത്തെ റിസപ്ഷനും ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ എക്സ്ട്രാ ചാർജസ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ റൂമിൽ വെള്ളം വെക്കണേനും അതിലൊന്നും എക്സ്ട്രാ ബില്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവർ എല്ലാം നല്ല കിടിലായിട്ടാണ് ചെയ്തത്. എൻ്റെ ഇവിടുത്തെ റൂം നമ്പർ വന്നിട്ട് 403 നമുക്കപ്പോൾ ആ റൂമിലേക്ക് പോകാം. ഇതിന് ഏതാണ്ട് 8 ദിവസത്തേക്കായത് 7400 രൂപയാണ്. ഈ റേഞ്ചിന് നമ്മൾ ഈ ട്രിവാൻഡ്രത്തോ നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ കിടിലൻ റൂംസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് പട്ടായയിൽ നമുക്ക് റൂം ടൂറിലേക്ക് പോകാം. നമുക്ക് ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം കാണുന്ന ഡബിൾ ബെഡ്റൂമാണ്. പിന്നെ തൊട്ട് സൈഡിൽ കബോർഡുണ്ട്, പിന്നെ ഒരു TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, പിന്നെ നമുക്ക് വെളിയിൽ ഇരിക്കാൻ ബാൽക്കണി ഉണ്ട്, ടോയ്ലറ്റ് സർവീസ് ഉണ്ട്. എല്ലാം ഇവിടെ കിടിലൻ റൂമാണ്. ഒരു റൂമിന് 8 ദിവസത്തേക്ക് ആയത് 7400 രൂപയാണ്. നമ്മളിത് മുൻകൂറൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല റേഞ്ചിൽ കിട്ടും. ഈ റൂമിലും അധികം അങ്ങനെ ഇന്ത്യക്കാരൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, എല്ലാ ഫോറിനേഴ്സിനൊക്കെയാണ് ഉള്ളത്. അപ്പം എല്ലാവരും മാക്സിമം പട്ടായയിലോട്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ റൂം ബുക്ക് ചെയ്യാൻ നോക്കുക. ഈ ഹോട്ടലിൽ നിന്ന് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 5 മിനിറ്റ് നടക്കുന്ന ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് വാക്കിംഗ് സ്ട്രീറ്റിലും ബിഗ് ബുദ്ധയിലും അവിടെയൊക്കെ പോകാനും. പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് 150 ബാത്ത് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നതൊക്കെ നമുക്ക് രാവിലെ കഴിക്കാവുന്നതാണ്. എല്ലാം അൺലിമിറ്റഡ് ആണ്. രാവിലെ നമ്മൾ അമേരിക്കൻ സ്റ്റൈലിൽ അവർ റൈസും എഗ്ഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കോഫിയൊക്കെ നമുക്ക് കുടിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ തായ്ലൻഡിൽ പട്ടായയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പട്ടായയിലെ ഹോട്ടലിലാണ് ഇപ്പം. അപ്പോൾ നമ്മൾ ഈ അവിടെ നിന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് പട്ടായയിൽ വരെ എത്തിയ ജേണിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി തുടർന്ന് അങ്ങോട്ട് നമ്മൾ ഈ പട്ടായയിലെ ട്രിപ്പും ബാങ്കോക്കിലെ കാഴ്ചകളൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.